സൂര്യൻ അതങ്ങനെ ഉദിച്ചുയർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി സൂര്യൻ്റെ നല്ല വെയിൽ കൊണ്ടാലേ നമ്മുടെ പരിപാടിയെല്ലാം കളറായിട്ട് നടക്കും. ഗൈസ്, നമ്മുടെ സൈറ്റിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇത്. എന്താ, നമ്മുടെ മഴ പെയ്തപ്പോൾ ഇത്രത്തോളം ചളിയായി. ഇനി ഇതൊക്കെ കോരി ഒഴിവാക്കണം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇവിടെ ഒക്കെ ഓക്കെയാണ്. ഹായ് ഗൈസ്, ഞങ്ങളിത് സൈറ്റിലെത്തിയിട്ടുണ്ട്. ഇത് സൈറ്റ് കാണാം. സൂര്യനൊക്കെ അങ്ങനെ ഉദിച്ചു ഉയർന്ന് വരുന്നേ ഉള്ളൂ. നമ്മുടെ വണ്ടി ഇത് ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അത് തന്നെ നമ്മുടെ ഇപ്പുറ സൈഡിലായിട്ട് ഇതാ അവസ്ഥ. കുറച്ച് വെള്ളമൊക്കെ പറ്റാനുണ്ട്. നമ്മുടെ ബിജു ഇതാ മുന്നിലായിട്ട് നടന്നു പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ JCB സ്റ്റാർട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേറ്റിൻ്റെ വണ്ടിയും സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പറേറ്റർ സൈത്താറാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സൈറ്റ്. ഇവിടേക്ക് ഇനി GSPക്ക് അടിക്കണം, മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കണം. ചളിയൊക്കെ ഉണങ്ങി വരുന്നേ ഉള്ളൂ. ചളിയായിട്ടൊന്നും ഇല്ല, ചെറിയൊരു നനവ് മാത്രം. അതിപ്പോൾ ഒന്ന് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ പരിപാടി മൊത്തം ഓക്കെയായി. മഴ പെയ്താലാണ് ഈ ഒരു അവസ്ഥ വരിക. ഒരു 3-4 ദിവസം ഡിലേ ആയിപ്പം പണി. ഈ വണ്ടിയുടെ ടീത്തിന് എൻ്റെ ഒരു കാലിൻ്റെ വലുപ്പമുണ്ട് കേട്ടോ. ഇതോ ഫോണങ്ങ് നിറഞ്ഞു പോയി. കുറച്ച് ബേക്കോട്ട് എന്നാലാണ് അതിൻ്റെ ഒരു ബക്കറ്റ് കാണിക്കാൻ പറ്റൂ. ഈ ഒരു ബക്കറ്റ് നമ്മുടെ JCയുടെ ബക്കറ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. കണ്ടോ, എത്രത്തോളം വലുതാണെന്ന് ഇപ്പം മനസ്സിലാവും. ചാച്ചിയുടെ കൈ ഇതാ പൊന്തിക്കഴിഞ്ഞു കേട്ടോ ആകാശത്തോട്ട്. ഇത് രാവിലെ എടുക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് നിവർത്തി ഒന്ന് നീർക്കൊല്ലം വേണം. എന്നാലാണ് കറക്റ്റ് ഓയിലൊക്കെ എല്ലാ ഗ്യാപ്പിലും ഫില്ലാവും. അതാണ് അതിൻ്റെ ഒരു നിയമവശം. ഇപ്പോൾ രാവിലെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് മൊത്തത്തിലൊന്ന് കൈയൊക്കെ നിവർത്തി മടക്കി ഒതുക്കിയെല്ലാം നോക്കണം. ഇത് നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ ഇപ്പുറത്തെ സൈഡാണിത്. താഴെയൊക്കെ കുറച്ചുകൂടി ചളിയൊന്നുമില്ല, എന്നാലും ചെറിയ നനവൊക്കെ മാറാനുണ്ട്. വെള്ളമൊക്കെ വറ്റി. ഇത് നമ്മുടെ ബൗണ്ടറി വാളിൻ്റെ മൊത്തം കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ 2 ദിവസമായി കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഇന്ന് ഇതിൻ്റെ ഷട്ടറിങ്ങെല്ലാം പറിക്കണം, പലയൊക്കെ പറിക്കണം. ഇനി അപ്പുറത്തായിട്ട് അടിക്കണം. അതിൻ്റെ അപ്പുറം നമ്മുടെ JCB കട്ട് ചെയ്യണം. ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ പരിപാടി. ഇതേ നമ്മൾ ഇന്നലെയല്ല, നമ്മൾ മെനഞ്ഞാന്ന് കട്ടിയിട്ട സ്ഥലമാക്കിയതാ. മൊത്തം PCC ഒക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടി അതിൻ്റെ RCC അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെയൊക്കെ വാള് അടിച്ച് പൊക്കി കൊണ്ടുവരണം. പലയൊക്കെ അടിച്ച് വാളിൻ്റെ പണി നോക്കണം. അപ്പോൾ അപ്പുറ സൈഡിലെ പലയൊക്കെ പറിച്ചിട്ട് ഇവിടെ അതിനെ അടിച്ചിട്ട് ഇവിടെ റെഡിയാക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിയുള്ള സ്ഥലം ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ബിജു JCB ആയിട്ട് വരുന്നുണ്ട്. സൈഡിൽ കൂടെ വേറൊരു വണ്ടി പോകുന്നുണ്ട് കേട്ടോ. ബ്രേക്കർ വണ്ടിയാണ്, പക്ഷെ നമ്മളെ വണ്ടിയല്ല, പുറം വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ബിജു ഇവിടുത്തെ കാടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ കാടും അച്ചടിയൊക്കെ മാറ്റി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഏരിയ കട്ട് ചെയ്തെടുക്കണം. മൊത്തം കാടാണ് കേട്ടോ ഇവിടെ. എന്തൊക്കെ അതിനുള്ളിലുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാം ക്ലിയറാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബിജു. ഇതാ മൊത്തം നമ്മുടെ ബിജു ഇതാ കാടൊക്കെ പറിച്ച് പോകുന്നുണ്ട്. ഇഷ്ടം പോലെ കാടുണ്ട് കേട്ടോ. മൊത്തം ഇതാ പറിച്ചങ്ങോട്ട് എടുക്കുകയാണ്. ഇനി ഈ ഏരിയ ഒക്കെ നമുക്ക് ബൗണ്ടറി വാള് കട്ട് ചെയ്യാനുള്ളതാണ്. കറക്റ്റ് ലെവലൊക്കെ വെച്ച് ബൗണ്ടറി വാള് കട്ട് ചെയ്യണം. നമ്മളെ കൈക്കമ്പ അണ്ടർപാസേജിലേക്കുള്ള ആറി വാളാണ് ഇത്. ഇതിപ്പോൾ വെച്ച് ഇങ്ങനെ എത്രത്തോളം ഹൈറ്റ് ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ആറിവാൾ വെക്കാനുണ്ട് കേട്ടോ, 2 പാനലൊക്കെ. കുറച്ച് ഏരിയ ആറിവാളുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് മൊത്തത്തിൽ നമ്മളെ കോൺക്രീറ്റിൻ്റെ മാത്രം വാളാണ്. അപ്പം നമ്മളതിൻ്റെ സൈഡിലായിട്ടാണ് ബൗണ്ടറി വാൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. ഇതാ ഇത്രത്തോളം ഉണ്ട്. ഇതൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതൊക്കെ നമ്മളിപ്പോൾ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബിജു അവിടെ നിന്ന് ഇങ്ങനെ കാട് ഇളക്കി വരുന്നുണ്ട്. ഇതാ നമ്മുടെ ബിജു ഈ
വേസ്റ്റൊക്കെ ഈ കാടിൻ്റെ വേസ്റ്റൊക്കെ ഇതൊരു ഉണ്ടം പോലെ ആക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ക്ലിയർ ആക്കിയിട്ടോ. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ കട്ട് ചെയ്യണം. മൊത്തം കംപ്രസ് ചെയ്ത് ചുരുട്ടി കൂട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിച്ച് നമ്മളിത് അവിടെ കട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ ബിജുവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ പലടിച്ച് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് വേറെ പണി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഗ്രേഡർ ഇത് വഴി പോകുന്നത്. നമുക്ക് ബോബ്കാറ്റിൻ്റെ ചെറിയ പണിയുണ്ട്. അപ്പം അങ്ങോട്ട് പോകണം. ഗൈസ് നമ്മൾ ഇതാട്ടോ ഫ്ലൈ ഓവറിന് ബേക്കിലായിട്ടുള്ള സ്ഥലം. അപ്പോൾ ഇവിടെ ഇതാ ആര്യവാളിൻ്റെ പാനൽ വെക്കാനുള്ള പീസസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ വലിഞ്ഞു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകൂടി ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ബാക്കിയുള്ള പണിയൊക്കെ ചെയ്തു തുടങ്ങാം. അപ്പോൾ ഇത്രത്തോളം ഇവിടുന്ന് നമ്മുടെ ഫ്ലൈ ഓവറിലേക്ക് വരെ മൊത്തം ആര്യവാളാണ്. അത്രത്തോളം ഏരിയ നമ്മൾ ആര്യവാളൊക്കെ വെച്ച് പോകണം. ഇപ്പോൾ കാര്യം നമ്മൾ ബോബ്കാറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ മിഷൻ എടുത്തിട്ട് ഒസങ്കടി കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകണം. ഇപ്പോൾ ബിജുവിൻ്റെ അടുത്ത് നമ്മൾ ഇങ്ങോട്ട് വന്ന് ഇവിടെയൊക്കെ വെള്ളമൊക്കെ പറ്റി നല്ല വരണ്ട പ്രദേശമായി മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പണിയൊക്കെ തുടങ്ങാം. അപ്പോൾ നമ്മൾ നേരെ ഒസങ്കടിയിലോട്ട് വിടുകയാണ് കേട്ടോ. നല്ല കല്യാണപ്പോരൊക്കെ ചോറ് വിളമ്പുന്ന പണിയാണ് ഇവിടെ. നമ്മൾ ഒരുപാട് പണിക്കാരന് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഫുഡിൻ്റെ ടൈമാണ്. എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഫ്ലൈ ഓവറിനുള്ളിലാണുള്ളത്. ഇനി പൊസങ്കടിയിലേക്ക് പോകണം. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഇവിടുന്ന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വർക്കേഴ്സ് എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ ആയതിങ്ങനെ ഇവിടെയൊക്കെ മൊത്തം വർക്കേഴ്സ് ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇങ്ങനെയാണ് ഹൈവേൻ്റെ ഒരു പരിപാടിയൊക്കെ. അപ്പോൾ അവിടെയായിട്ട് നമ്മുടെ ആര്യവാൾ സൈഡിൽ കുറച്ച് വെള്ളമൊക്കെ നിൽക്കുന്ന കാണാം. ഇനി അപ്പോൾ അതൊക്കെ ഒന്ന് വെയിൽ കൊണ്ട് ആറണം. അപ്പം നമ്മളിത് ഒസങ്കടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഉപ്പള കേരിൻ്റെ അടുത്തായി എത്തിയിട്ടുണ്ട്. നമ്മുടെ റോഡിൽ അങ്ങനെ നീണ്ട് നിവർന്നങ്ങോട്ട് കിടക്കുന്നതാണ്. നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ആരോ വെയിലാണ്. വെയിലൊരു രക്ഷയില്ല. പക്ഷേ ഓവറായിട്ടുള്ള ചൂടൊന്നുമില്ല. അപ്പോൾ കാഴ്ച നമ്മൾ ഒസങ്കടി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് GSB ഒക്കെ ലെവലാക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ പണിയാണ്. അത്യാവശ്യം നല്ല വെയിലാണ്. ഒസങ്കടി മുകളിലായിട്ടാണ് നമുക്ക് പണി. ഇതാ ഇവിടെയൊക്കെ ബസ്സൊക്കെ നിർത്തുന്നുണ്ട്. അപ്പോൾ കാഴ്ച നല്ല വെയിലായിരുന്നു. നമ്മൾ ഇത്രത്തോളം ലെവലാക്കി ഇട്ടിട്ടുണ്ട്. ഏകദേശം ഇത്രത്തോളം നമ്മൾ ലെവലാക്കി. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ലെവലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നുകൂടി ലെവലാക്കാനുണ്ട്. കുറച്ച് സാധനം തട്ടിയിട്ട്. അപ്പോൾ താഴേക്ക് ഇതാ വർക്ക് നടക്കുന്നുണ്ട്. നമ്മളെ ഒസങ്കടിയാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം നമ്മളെ ഒസങ്കടി ഇതാ താഴെയൊക്കെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സർവീസ് റോഡിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിലെ ഭാഗമാണ് ഇപ്പോൾ നന്നായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇനി ശരിയാക്കണം. ഇവിടെ ഡ്രെയിനേജിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ഡ്രെയിനൊക്കെ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ GSB ഒക്കെ അടിച്ച് റെഡിയാക്കണം. അപ്പോൾ ഇതാട്ടോ നമ്മളെ സ്ഥലം. ഇനിയിപ്പോൾ റോളർ വരണം. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മളെ വണ്ടി അതാ അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് റോളറെല്ലാം അടിച്ച് റെഡിയാക്കണം. ഇത്രയും ഏരിയ നമ്മളിപ്പോൾ ലെവലാക്കി കഴിഞ്ഞു. നമ്മളെ ഒസങ്കടി പാലാണ് കേട്ടോ. അത് പാലത്തിൻ്റെ മുകളിലാണ് ഇപ്പം ബസ്സും കാര്യങ്ങളൊക്കെ നിർത്തുന്നത്. അവിടെ ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് പോലെയായി മാറിയിട്ടുണ്ട്. നിരന്തരമായിട്ട് ബസ്സെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെയിൽ ഒരു രക്ഷയില്ല. അടാറ് വെയിൽ തന്നെയാണ്. അപ്പോൾ നമ്മളിതാണ് കേട്ടോ നമ്മുടെ മേസ്തിരി ഉണ്ണിയേട്ടൻ. അതുപോലെ തന്നെ നമ്മുടെ ബയ്യ ഇവിടുന്ന് സൈഡൊക്കെ ലെവലാക്കി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിഷൻ കൊണ്ട് ചിലപ്പോൾ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കിട്ടില്ല. അപ്പോൾ നമുക്ക് കിട്ടാതെ ചെറിയ ചെറിയ പോർഷനിലും ബയ്യ ലെവലാക്കി വരികയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ പണി എങ്ങനെയല്ലോ കഴിച്ചിട്ടുണ്ട്. ചൂട് എന്ന് പറഞ്ഞാൽ വണ്ടി നല്ല ചൂടാണ്. പുറമേ അത്യാവശ്യം നല്ല ചൂടുണ്ട്. നമ്മളെ പണി ഇതാ ഇത്രത്തോളം ലെവലാക്കി. ഇനിയിപ്പോൾ റോളർ അടിക്കണം. നമ്മളെ മേസ്തിരി ഉണ്ണിയാട്ടം ഇവിടെ കിടപ്പുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ റോളർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റോളർ ഇതാ അടിച്ച് റെഡിയായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലെവൽ ചെയ്ത ഭാഗങ്ങളൊക്കെ ഇനിയിപ്പോൾ നമ്മുടെ റോളർ അടിച്ച് നല്ല കോമ്പാക്ഷനാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബയ്യ സൈഡിലുള്ള സ്ഥലമൊക്കെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റോളർ ഇതാ നല്ല കളർഫുള്ളായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഹൊസങ്കടി ടൗണിൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഏതാണ്ട് 3-3:30 ആയിട്ടുണ്ടാവും. സൈഡിൽ കൂടെ ബസ്സൊക്കെ പോകുന്നുണ്ട്. ഹൊസങ്കടി പാലത്തിൻ്റെ മുകളിൽ ഫുൾ ടൈം എപ്പം ബിസിയാണ്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഹൊസങ്കടി പാലത്തിൻ്റെ മുകളിലായിട്ട്. നമ്മുടെ റോളർ ഇതാ ഇവിടുന്ന് റോൾ ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ വെള്ളം വണ്ടി ഇതാ മൊത്തം GSP നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മൊത്തം നനച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി നല്ല രീതിയിൽ റോളർ അടിക്കും. അതാണ് അടുത്ത പരിപാടി. നമ്മളെ റോളർ ഇതാ മുന്നിൽ നിന്ന് ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഇനിയിപ്പം ഫുള്ള് നനച്ച് കുളിപ്പിച്ചിട്ട് റോളർ അടിച്ച് സെറ്റാക്കും. അപ്പോൾ ഈ GSP മൊത്തം നല്ലോണം ലോക്കായിട്ട് നല്ല സെറ്റായിട്ട് കിടന്നു തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മുടെ ബൈ ഇതവിടെ നിന്ന് നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൊത്തം GSP നനച്ച് കുളിപ്പിക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി നമുക്ക് അടിക്കാനുണ്ട്. ഇതിപ്പോൾ ഒരു ഫസ്റ്റ് ലെയർ വറ്റിട്ടിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു 5-6 സെൻറ്റി കൂടി ഹൈറ്റ് പൊക്കേണ്ടതായിട്ടുണ്ട്. ഈ സൈഡും അതുപോലെ തന്നെ കുറച്ച് പൊന്തിക്കണം. ഏകദേശം ഒരു 10 സെൻറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ 7-8-10 ഈ റേഞ്ചിൽ നമ്മൾ ഇനി ഒരു ലെയറും കൂടി ഇതിനുള്ള അടിച്ച് വരണം. ആദ്യം ഇത് മൊത്തം നനച്ച് കുളിപ്പിച്ചിട്ട് മൊത്തം റോളർ അടിച്ച് തൂഫാനാക്കണം. അപ്പോൾ താഴെ കൂടി ആ വണ്ടികളൊക്കെ ഇങ്ങനെ പറന്നടിച്ച് പോവാണ് കേട്ടോ. ഹൊസങ്കടി ടൗണിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. മുകളിൽ കൂടിയാണ് ഇപ്പോൾ മൊത്തം ബസ്സൊക്കെ പോകുന്നത്. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. വെയിലെന്ന് വെച്ചാൽ കണ്ണ് തുറക്കാൻ പറ്റാത്ത വെയിലാണ്. ഇപ്പം താഴേക്ക് എന്തെല്ലാം വർക്ക് നടക്കുന്നുണ്ട്. മൊത്തം ബസ്സും കാര്യങ്ങളൊക്കെയാണ്. വൈകുന്നേരം ആവാനായി. ഏതാണ്ട് നല്ല ബ്ലോക്കൊക്കെ വരും. മെയിനായിട്ട് ഇവിടെ ബ്ലോക്ക് വരുന്നത് ഈ പാലത്തിൻ്റെ മുകളിലാണ്. പാലത്തിൻ്റെ മുകളിൽ പിന്നെ അതാ ഈ ബസ് നിർത്തി ഈ ഏരിയയിൽ ഇവിടെയൊക്കെ നല്ല ബ്ലോക്ക് വരുന്നുണ്ട്. അവിടെ ബസ് നിർത്തിയിട്ടുള്ളൊരു ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. പാലത്തിൻ്റെ മുകളിലാണ് ഇപ്പം ഹൊസങ്കടി ടൗണിൻ്റെ മെയിൻ സ്ഥലം തന്നെ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 3 ലോഡ് സാധനം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വരണം. അത് തട്ടിച്ചതിന് ശേഷം ഒന്നുകൂടി വലിച്ച് റെഡിയാക്കണം. അപ്പോൾ നല്ല മഴയൊക്കെ പാറ്റിക്കൊണ്ടിതാ നമ്മുടെ ടാങ്കർ അവിടെ നനച്ചു കൊണ്ടുപോകുന്നുണ്ട്. മൊത്തം കുളിപ്പിക്കുകയാണ് കേട്ടോ. നല്ല മഴ പെയ്യും പോലെ. നമ്മുടെ അണ്ണൻ്റെ വണ്ടിയാണ്. അപ്പോൾ അണ്ണൻ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് കണ്ടതാണ്. അണ്ണനെ ഞാൻ വേറെ ഏതോ സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അണ്ണൻ വന്നതിനോട് ലോഗിൻ ചെയ്ത് നമ്മളിവിടെയോ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അണ്ണൻ നല്ല ഓർമ്മയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ റോളർ അടിച്ച് നനച്ച് പോവാണ്. ഇനിയിപ്പോൾ ഇത് മൊത്തം റോളർ അടിച്ച് സെറ്റാക്കണം. നമ്മൾ ഉണ്ണിയേട്ടനത് ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കി നടപ്പുണ്ട്. നമ്മൾ അവസാന ഘട്ടം റോളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കാര്യം തട്ടിയിട്ടുള്ള കുറേ പരിപാടിയുണ്ട്. അതുപോലെ തന്നെ താഴെ നമ്മുടെ റോഡ് സൈഡിലായിട്ട് കോൺക്രീറ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പരിപാടി ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ റോളർ ഇതാ ലാസ്റ്റ് ഘട്ടം അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഏരിയയിൽ മൊത്തത്തിൽ ഒരു ലെയർ കൂടി ചെറുങ്ങനെ തട്ടിയിട്ട് ലൈറ്റായിട്ട് ഇട്ട് റെഡി ആയിക്കൊണ്ട് വരണം. ഇതിപ്പോൾ നമ്മളൊരു ലെയർ അടിച്ച് കഴിഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു ലെയറും കൂടി അടിക്കാനുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ നമ്മുടെ ലെവൽസിൻ്റെ ടീമൊക്കെ വന്നിട്ടുണ്ട്. അവരെ ഇനിയിപ്പോൾ ലെവലും കാര്യങ്ങളൊക്കെ തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉണ്ണിയുടെ കാര്യങ്ങളൊക്കെ മൊത്തം നിന്ന് ചെയ്യിപ്പിക്കുന്നുണ്ട്. റോളർ അടി കൊള്ളാത്ത ഏരിയയൊക്കെ കറക്റ്റ് നോക്കി മൂപ്പർ അടിപ്പിക്കുന്നുണ്ട്. മാക്സിമം നമ്മൾ റോളർ അടിച്ച് താത്താണ്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഉണ്ണിയാട്ടനാണ് ഈ ഏരിയ ഇപ്പം കൺട്രോൾ ചെയ്യുന്നത്.
ഒസങ്കടി ടൗണിലൊക്കെ തിരക്ക് കൂടിയിട്ടുണ്ട്. മൊത്തം ബസ്സും ആളും ബഹളമൊക്കെ ആയി. ഇതിലൊക്കെ മൊത്തം ബ്ലോക്കായി കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണിയാട്ടത് ആ കാര്യങ്ങളൊക്കെ റോളറുകാരനോട് കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ റോളർ ഓപ്പറേറ്റർ ഇപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് നമ്മുടെ റോളർ ഓപ്പറേറ്റർ. അപ്പോൾ സൈഡൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് മൂപ്പറെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കോമ്പാക്ഷൻ ആകുന്ന കുറേ ഏരിയകളൊക്കെ ഉണ്ട്, ചെറിയ ഏരിയ. അപ്പോൾ അവിടെയൊക്കെ നോക്കി നോക്കി മൂപ്പറെ പറഞ്ഞു കൊടുത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉണ്ണിയാട്ടം വിടുന്നില്ല കേട്ടോ. പരമാവധി നോക്കി നോക്കി ചെയ്യിപ്പിക്കുകയാണ്. സൈഡൊക്കെ എഡ്ജൊക്കെ കറക്റ്റ് അടിച്ച് റെഡിയാക്കേണ്ട പരിപാടിയാണ്. ഉണ്ണിയാട്ടം വിടൂല. ഉണ്ണിയാട്ടൻ ആള് ജപ്പാനാണ് കേട്ടോ. ഉണ്ണിയാട്ടെ കോമ്പാക്ഷനകത്ത് അതെല്ലാം നോക്കി കറക്റ്റ് നോക്കി നോക്കി എടുപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ റോളർ ഇത് അവിടുന്ന് സൈഡൊക്കെ കൂട്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബയ്യ ഇവിടെ നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലെ GSB ഇട്ടിട്ട് ഇനിയിപ്പോൾ നമ്മളെ പണിയുണ്ട്. ഇത് തീരുമെന്നറിയില്ല. ഇപ്പോൾ റോളറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ലെവൽ ചെയ്തതിന് ശേഷം റോളറും കാര്യങ്ങളൊക്കെ വേണ്ടു. അപ്പോൾ റോളർ ഇവിടെ മൊത്തം അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ റോളർ പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഘട്ടം ലെവൽ ചെയ്തതിന് ശേഷം നമ്മുടെ റോളറിനെ വിളിക്കും. റോളറിന് വേറെയും കുറേ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇടയ്ക്കിടെ നമുക്ക് ആവശ്യത്തിന് മാത്രം നമ്മൾ വിളിച്ചു വരുത്തുന്നതാണ്. നമ്മുടെ റോളർ ഇതുവഴി ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പരിപാടിയൊക്കെ തുടങ്ങണം. ഇവിടെ ഇനി മൊത്തം ഒരു ലെയർ GSB കൂടി അടിച്ച് റെഡിയാക്കാനുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഒസങ്കടി താഴെയായിട്ട് മൊത്തം സൈഡൊക്കെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, കോൺക്രീറ്റ്. അതിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ദൂരെ നമ്മുടെ മുടിയനത പോകുന്നുണ്ട്. ഇവിടെയുള്ള ബാക്കിയുള്ള കോൺക്രീറ്റ് ഒക്കെ എടുത്തിട്ട് പോവാണ്. നിലത്ത് തെറിക്കുന്ന കോൺക്രീറ്റിലൊക്കെ അവൻ ബക്കറ്റിലൊക്കെ കൊണ്ടുപോവാണ്. അപ്പോൾ ഈ പരിപാടി ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൊത്തം പണിയാണ്. മൊത്തം പണി എന്ന് വെച്ചാൽ മൊത്തം പണി. ഇനിയിപ്പോൾ ഇത് രാത്രി ലെവലൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയില്ല. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. മൂപ്പർ അങ്ങനെ ലെവലിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണം പിടിച്ചങ്ങനെ കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു ലെയർ ലെവലിംഗ് കൂടെ ഇവിടെ ഉണ്ട്. ഗായ്സ്, അപ്പോൾ ഇത്രയും റോളർ അടിച്ചെടുക്കുക എന്തിനാ ഈ എർത്ത് കോമ്പാക്ടർ വെച്ച് അടിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. സംഭവം എന്താ വെച്ചാൽ അവിടെ സെറ്റാക്കുന്നൊന്നുമില്ല. അവിടെ ഇപ്പോൾ ലോഡും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ സൈഡിലായിട്ട് നമ്മുടെ എർത്ത് കോമ്പാക്ടർ ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് വയ്യെടുത്ത് ഇപ്പുറം കൊണ്ടുപോയി വെക്കുന്നതാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തതിലാ മുന്നോട്ട് നീങ്ങുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ബാക്കിയുള്ള ലെവലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇരുടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലെവൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ രാവിലെ തന്നെ ഈ പരിപാടി തീർക്കണം. അതുപോലെ നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ഒസങ്കടി മൊത്തം തിരക്കായി കേട്ടോ. അപ്പോൾ നമ്മുടെ ടാങ്കർ ലോറി താഴെ നിർത്തിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് താറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റോളർ വെള്ളം എടുക്കാൻ വരുന്നത് ഈ ടാങ്കറിന് എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ടാങ്കർ ഇവിടെ ഫുൾ ലോഡാക്കിയിട്ട് വെള്ളം ലോഡ് ചെയ്ത് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ സൈഡിൽ കൂടെയൊക്കെ മൊത്തം വണ്ടിയൊക്കെ പോകുന്നുണ്ടോ. ഒസങ്കടി ഈ സൈഡിലൊക്കെ ഇപ്പോൾ താറിങ്ങൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഫൈനൽ ലെവൽ താറിങ് കഴിഞ്ഞു. അപ്പോൾ ഇത്രത്തോളം ഏരിയ അടിപൊളിയായിട്ട് കിടക്കുകയാണ്. ഇത് ഓപ്പൺ ആക്കിയിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഇപ്പോൾ താറിങ്ങൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ മുടിയൻ അവിടെ കിടപ്പുണ്ട്. നമ്മളിപ്പോൾ ഒസങ്കടി പാലത്തിൻ്റെ അടിയിലാണുള്ളത്. ഇവിടെ കോൺക്രീറ്റ് ഇങ്ങനെ ചറപറ ഇങ്ങനെ തേച്ചൊട്ടിച്ച് പിടിപ്പിക്കുകയാണ്. അതിൻ്റെ മിഷനും കാര്യങ്ങളൊക്കെയാണ് ഇട്ടത്. മൊത്തം അടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ സ്പ്രേ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ അതിൻ്റെ അടുത്തായിട്ട് നമ്മുടെ മുടിയൻ നമ്മളെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. മുടിയാ മുടു
ഇല്ല, ഇന്ന് നൈറ്റ് ഇപ്പൊ നീ ഇവിടെ വന്നിട്ട് നാളെ രാവിലെ പോകുന്ന മൂഡ് ഫോണിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചങ്ക് ആദർശം ഇവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ ഈ ഒരു കംപ്രസർ ഉപയോഗിച്ചിട്ടാണ് ഈ സംഭവം മൊത്തം ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇത്രത്തോളം സ്പ്രേ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മിക്സും കാര്യങ്ങളൊക്കെ വരണം. ഇനി ബാക്കിയുള്ള ഈ ഏരിയ മൊത്തം സ്പ്രേ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ വിഷ്ണു ഇതാ വണ്ടി എടുത്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ദൂരെയായിട്ട് നമ്മുടെ പൊസോട്ട് പാലത്തിനടുത്തായിട്ട് താരക്കും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഏതാണ്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ നമ്മുടെ ഉണ്ണി മേസ്തിരി അവിടെ ഉണ്ട്. ഇവിടെ ഫോറസ്റ്റ് ലിഫ്റ്റിൻ്റെ ആളോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ താരക്ക് ഇതാ ഇത്രത്തോളമായിട്ടുണ്ട്. നമ്മളെല്ലാ ടീം ഇവിടെ ഉണ്ട്. ആ ടാറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാ മൊത്തം പരിപാടി കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പം ലാസ്റ്റ് കണ്ട് ഇത് നമ്മുടെ റോളറും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടമാണ്. മിക്സും കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതാണ്ട് പൊസോട്ട് പാലത്തിന് അടുപ്പിച്ച് മുട്ടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ താരങ്ങും കാര്യങ്ങളൊക്കെ. ഇത് ഫൈനൽ ലെവൽ താരങ്ങാണ്. അപ്പോൾ ഇത്രത്തോളമായി. അപ്പോൾ നമ്മുടെ മാക്കണ്ടിയും ടീമൊക്കെ ഇവിടെ വെക്കുന്നുണ്ട്. മാക്കണ്ടേ മൊത്തം ടീം ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാ ആദ്യത്തെ താരങ്ങളാണ് ഇവിടെ ലെവലായിക്കൊണ്ടിരിക്കുന്നത്. മഞ്ചേശ്വരം VUPൻ്റെ ഉള്ളിലുള്ളൊരു കാഴ്ചയാണ്. മൊത്തം ബ്ലോക്കാണ്. നമ്മളെ റെയിൽവേ ഗേറ്റ് അടുത്ത് കഴിഞ്ഞാൽ VUPൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ്. മൊത്തം ബ്ലോക്കാവും.